അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പറയും പാത്തുനോട്. കേൾണത് കൈ പിടിച്ചിട്ട് ആനയിച്ചു കൊണ്ടുവരുന്നു അല്ലേ? എന്താ പോളൊക്കെ ഒരു ഗമ നോക്കണേ, കൈ പിടിച്ച് കൊണ്ടുപോകണം അത്ര മരത്തിലേക്ക് അല്ലേ? ഇജ് ഇവിടെ പാത്ത് പറഞ്ഞ കേട്ടോ, ഓളെ കൈ പിടിച്ച് കൊണ്ടണത്ര അവിടുന്ന് ബർത്ത്ഡേ ആകുമ്പോ വാപ്പ കൈ പിടിച്ച് കൊണ്ടണത്രേ. മക്കളൊക്കെ ഓരോ സങ്കല്പങ്ങളെ, ഇവരൊക്കെ കല്യാണമൊക്കെ ആകുമ്പോഴത്തേന് എന്തൊക്കെയാവണം ആ രസമുണ്ട്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. അപ്പൊ ഇന്ന് നമ്മളെ പാത്തൂട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടാ. UAE ഒരു ഖത്തർക്ക് വരുന്നതിന്റെ മുന്നേ എന്നോട് ഒരിക്കൽ അവള് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാമിയെ കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന്. അന്ന് ഞാൻ അവളോട് പറഞ്ഞതാ, ഇജിങ്ങോട്ട് ഖത്തർക്ക് പോയി നമുക്ക് ബർത്ത്ഡേ ഒക്കെ ഇവിടെ വെച്ചിട്ട് അടിച്ചാണ്ട് പൊളിക്കാന്ന്. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ വലിയവർക്ക് അത് പറ്റണ അഞ്ചാണ്ട് നടത്തി കൊടുക്കണം എന്നാണല്ലോ ചെല്ലേ. അപ്പൊ എന്തായാലും ഇന്ന് ഓളെ ആഗ്രഹം പോലെ നമുക്ക് ബർത്ത്ഡേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉഷാറായിട്ടാണ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പറയും പാത്തുനോട്. പെങ്ങളെ ഹാപ്പി ബർത്ത്ഡേ പോയി കൈകൊട്ടറാ. എല്ലാരും കൂടി ചേർന്ന് ഉന്തിത്തള്ളി കേക്ക് കട്ടേണ്ടെന്ന് തന്നെ ഉള്ളൂട്ടാ. ഒക്കത്തിന്റെ നോട്ടം ചുറ്റിലിരിക്കണ ചോക്ലേറ്റുമൊക്കാണ്. അതുകൊണ്ട് തന്നെ പേരിന് കേക്കും കട്ട് ചെയ്തിട്ട് എല്ലാരും ഓരോന്ന് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാ. സ്നീക്കേഴ്സ് എടുത്തോളേ. നമുക്ക് കൂടി എന്താ ഇവിടെ നടക്കുന്നേ, എന്താ ഇവിടെ നടക്കുന്നേ? അപ്പൊ കേക്ക് കട്ടയിലുണ്ട് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്കുള്ള ഗിഫ്റ്റ് കൊടുക്കലാണ്. അപ്പൊ ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അതൊക്കെ കൊടുക്കണം. അതുപോലെ സുമിയും വാപ്പും അവിടുന്ന് UAE നിന്ന് വരുമ്പോൾ തന്നെ അവൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതും കൊടുക്കണം. അപ്പൊ ഇന്ന് അവളുടെ അതൊക്കെ കിട്ടുമ്പോൾ ഉള്ള റിയാക്ഷൻസ് എങ്ങനെയുണ്ട് എന്താന്നൊക്കെ നോക്കട്ടെ. കണ്ട പാത്തുവ, എനിക്ക് ഗിഫ്റ്റ് ഒരാളെ വരിയാണ് ഈ കാണുന്നത്. ഇത് പാത്തുവിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ലൈനാണ് ഈ കാണുന്നത്. പാത്തു എല്ലാ ഗിഫ്റ്റും വാങ്ങിട്ട് മേമാന്റെ അടുത്ത് തരണട്ടാ. ഓരോ ഗിഫ്റ്റ് വാങ്ങിട്ട് തരണട്ടാ. ഗിഫ്റ്റ് സർപ്രൈസ്. താങ്ക് യു. അവിടുത്തെ അടുത്ത ആൾ പോട്ടെ. താങ്ക് യു. അതാ വലിയാക്കുന്റെ ഗിഫ്റ്റ്. നിമ്മാന്റെ പാപ്പന്റെ ഗിഫ്റ്റ്. നീ കാണിച്ചെന്നാ കാണിച്ചേ മച്ചൊരു ഇവരെ ഗിഫ്റ്റ് കൊടുത്തേ. എന്താ അത് കനത്തിലുള്ള ഗിഫ്റ്റ് ഉണ്ട്, എന്തോ നോക്കട്ടെ. പോടാ, എന്തോ ഒരു കഷ്ടം. അയ്യോ മാഷല്ലാ, പാത്തുവിന് ഇത് എന്തൊക്കെയാണ്? വല്ല പൊളിക്കേ. പാത്ത് ഇങ്ങോട്ട് ലവ്. അടുത്തത് അങ്ങനെ നമ്മൾ പാത്തുന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ടോയ്സും
ഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. ശരിക്കും മക്കളെ ഈ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ബർത്ത്ഡേ ദിവസം സെലിബ്രേറ്റ് ചെയ്യണത് തന്നെ. പണ്ട് കാലത്തൊക്കെ നമുക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയണത് തന്നെ അപൂർവം മാത്രമായിരിക്കും കേട്ടോ. എവിടെ ബർത്ത്ഡേ, എവിടെ കേക്ക് കട്ടിങ്, അങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണം എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജനിച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു വിധം ഈ ഒരു പ്രായമായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ആറ്റക്ക് ബബ്ലുക്കൊക്കെ അവർ ഒരു ബർത്ത്ഡേ കഴിഞ്ഞാൽ തുടങ്ങും അടുത്ത ബർത്ത്ഡേക്കുള്ള ആരവാരം കൂട്ടലും. അവർക്ക് ഇന്ന ഡ്രസ്സ്, ബാർബി ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും കളറോട് പറഞ്ഞിട്ട് ആ രീതിയിലുള്ള കേക്ക് വേണം, അങ്ങനെയൊക്കെ. അപ്പോൾ അത് അവർക്കൊരു ദിവസം, അല്ലാതെ നമ്മൾക്ക് ഈ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു പരിപാടി അങ്ങനെയൊന്നല്ലെങ്കിലും ഒരു വർഷത്തിൽ അവർക്ക് അവരെ ഇഷ്ടങ്ങൾ, അവരെ സന്തോഷങ്ങൾ നടത്താനായിട്ടുള്ള ഒരു ദിവസം അത്രേ നമ്മൾ കണക്കാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം പാത്തൂനും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഈ ഒരു സന്തോഷം കൊടുക്കുക എന്നാണ് ഞങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നല്ല ഉഷാറായിട്ടുണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പോണത് ലുസൈലിൽ ഒരുപാട് ഈദ് പ്രോഗ്രാംസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാട്ടോ. ഇതൊക്കെ ഇത് കണ്ടില്ലേ ഞങ്ങളുടെ ഓർമ്മയ്ക്ക് ബാർബി ഡ്രസ് ഇതാണ് പാറ്റിയും ബാബുലി പൊട്ട ഡ്രസ്. മ്യാവിന്റെ ഡ്രസ്, ക്യാറ്റ് ഡ്രസ്, ഇത് ബാർബി ഡ്രസ്. ഓക്കെ, ഓക്കെ എത്ര ആൾക്കാരാ നോക്കല്? എണ്ണം കറക്റ്റ് അല്ലേ? 1 2 2.5 വണ്ടിയിലില്ലേ? എവിടേക്കാ നോക്കണ്ടെന്നുള്ള കൺഫ്യൂഷനാ.